ലഹരിക്കെതിരായ കേരള വിഷന്റെ ഗോൾസ് ഓൺ കൺട്രി ഫുട്ബോൾ റോഡ് ഷോ കൊല്ലം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ സ്വീകരണം നൽകി. ചത്തിയറ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രോഹിത് എം എസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിങ്ങളുടെ ലഹരി ഞാൻ കണ്ടു. പോർച്ചുഗലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എല്ലാവരും കൈയടിച്ച് ആഹ്ലാദിക്കുന്നത് കണ്ടു. മയക്കുമരുന്നിനും ലഹരി മാഫിയയ്ക്കുമെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി കേരള വിഷൻ നടത്തുന്ന ഗോൾസ് ഓൺ കൺട്രി ഫുട്ബോൾ റോഡ് ഷോ യുവാക്കൾക്ക് ആകെ പ്രചോദനമാണെന്ന് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രോഹിത് എം എസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ മറ്റൊരു വേൾഡ് കപ്പിന്റെ തിരശ്ശീലയിടാൻ പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ വേൾഡ് കപ്പിനോടൊപ്പം തന്നെ നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് വന്നിരിക്കുന്ന കേരള വിഷനും ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ള ഈ സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. യാത്രയുടെ ഭാഗമായി ഷൂട്ടൌട്ട് മത്സരങ്ങളും ലോകകപ്പ് ഫുട്ബോളിനെ ആസ്പദമാക്കിയുള്ള ചോദ്യോത്തര വേളയും സംഘടിപ്പിച്ചു. ദൈവത്തിന്റെ കൈ ഏത് പ്ലെയറുമായി ബന്ധപ്പെട്ടതാണ്? എത്ര കൈകളായി ഈ സ്കൂളിൽ വരുന്നത്? എന്താണ് പേര്? അർജന്റീനയുടെ ആരാധകരാക്കിയ അപ്പൊ നമ്മുടെ പോർച്ചുഗലിന്റെ ഗോളിയാണ്. ഇനി പോർച്ചുഗലിന്റെ ഗോൾ വരെ തകർക്കാൻ എത്തുന്ന ആരാണ് നോക്കണേ? ആദ്യം വിജയികൾക്ക് കേരള വിഷൻ ഡയറക്ടർ സുരേഷ് ബാബുവും സിഒഎ ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് എസ് പിള്ളയും ചേർന്ന് സമ്മാനങ്ങൾ നൽകി. ഇതൊക്കെ ആയിരിക്കണം മക്കളല്ലേ? തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. മയക്കുമരുന്നുകൾ ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം റീന എസ്, സിഒഎ ജില്ലാ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, അനിൽ മണിമന്ദിരം, സ്കൂൾ പ്രിൻസിപ്പൽ വി ലക്ഷ്മി, മാനേജർ KN അശോക് കുമാർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ലോകകപ്പ് ഫുട്ബോൾ സംഗീത പരിപാടിയുമായാണ് കേരള വിഷൻ ഗോൾസ് ഓൺ കൺട്രി ഫുട്ബോൾ റോഡ് ഷോ പ്രയാണം തുടർന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.